ലണ്ടനിലെ അതിശക്തമായിട്ട് കുടിയേറ്റ വിരുദ്ധ റാലി നടക്കുകയാണ്. ഇതിന്റെ പിന്നില് ഇലോൺ മസ്കും പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് അറിയുന്നത്. അപ്പൊ ഈ കുടിയേറ്റ വിരുദ്ധ റാലി, കാരണം ലണ്ടനിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ നമുക്ക് ഇന്ത്യയെക്കുറിച്ച് ധാരാളം പേര് അവിടെ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വലിയ വാർത്താ പ്രാധാന്യമുള്ള ഒരു വിഷയം തന്നെയാണ്. അത് മറ്റിടങ്ങളിലേക്ക് പോലും ഒരുപക്ഷെ വ്യാപിക്കാൻ സാധ്യതയും കാണുന്നുണ്ട്. വ്യാപിച്ചു കഴിഞ്ഞു. കാനഡയിലും ഇതേ സമാന സംഭവത്തിലേക്ക് കടക്കുകയാണ്. അപ്പൊ എന്തായിരിക്കും സ്ഥിതി? സർ, സത്യത്തിൽ ഇത് കുടിയേറ്റ വിരുദ്ധ റാലി അല്ല. ഇത് നമ്മുടെ ഇവിടുത്തെ വർത്തമാന പത്രങ്ങളും ചാനലുകളും ഒക്കെ ഇത് കുടിയേറ്റ വിരുദ്ധ റാലി എന്നാണ് പറയുന്നത്. പക്ഷെ അത് കുടിയേറ്റ വിരുദ്ധ റാലി അല്ല, മറിച്ച് അതൊരു സത്യത്തിൽ പറയുകയാണെങ്കിൽ ഇസ്ലാം വിരുദ്ധ റാലിയാണ്. ഈ ഇസ്ലാം കുടിയേറ്റ വിരുദ്ധ റാലി എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. അവിടേക്ക് കുടിയേറിയ പാകിസ്ഥാനികളും ബംഗ്ലാദേശികളുമാണ് പ്രശ്നങ്ങൾ തുടങ്ങി വെച്ചത് എന്ന് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ചും തീവ്ര വലതുപക്ഷ നിലപാടുള്ള രാഷ്ട്രീയ പാർട്ടികൾ, മൃദു വലതുപക്ഷ നിലപാടുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഒക്കെ ഒരേ സ്വരത്തിൽ പറയുന്നു. അതേസമയം ഈ ലിബറൽ സ്വഭാവമുള്ള ഇടതുപക്ഷ ചായ്വുള്ള പാർട്ടികൾ അതിനെ എതിർക്കുന്നു. അങ്ങനെയൊന്നും അല്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. അവിടെ ഈ കുടിയേറ്റം വാസ്തവത്തിൽ കുടിയേറ്റത്തിന് അനിയന്ത്രിതമായ ഒരു സാഹചര്യം ഒരുക്കിയത് ഈ ഇടത് ചായ്വുള്ള പാർട്ടികളാണ്. ഡെമോക്രാറ്റിക് സ്വഭാവമുള്ള ഇടത് ചായ്വുള്ള പാർട്ടികളാണ് ഇത് ഒരുക്കിയത്, ഈ സാഹചര്യം ഒരുക്കിയത് എന്ന് തീവ്ര വലതുപക്ഷക്കാർ ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഇരിക്കട്ടെ, ഇപ്പോൾ അവിടെ നടന്നത് സത്യത്തിൽ ഈ പറയുന്നത് പോലെ കുടിയേറ്റം അല്ല യഥാർത്ഥത്തിലുള്ള പ്രശ്നം, മറിച്ച് മതമാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. ഇവിടെ നമുക്കറിയാം, നമ്മുടെ ഈ ചാനൽ ചർച്ചകളിലൊക്കെ വരുന്ന എക്സ് മുസ്ലിങ്ങൾ അവർ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്, നിങ്ങൾ എന്തുകൊണ്ട് ഈ മതത്തിലെ തെറ്റുകളെ, ഒരു മതവിശ്വാസത്തിന്റെ ഭാഗമായിട്ട് വന്നുകൂടിയിരിക്കുന്ന പിഴവുകളെയും തെറ്റുകളെയും പറയുമ്പോൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ഇവിടെയും അത് തന്നെയാണ്. പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും അതുപോലെ ബംഗ്ലാദേശിലും ഒക്കെ നിന്ന് ഇവിടേക്ക് കുടിയേറിയ ഇസ്ലാം മതവിശ്വാസികൾ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾ ചെറുതല്ല. അതിനകത്ത് സമാധാനപൂർവം ജീവിക്കുന്ന ആൾക്കാരുമുണ്ട്, മര്യാദയ്ക്ക് ജീവിക്കുന്ന ആൾക്കാരുമുണ്ട്. പക്ഷെ അതിലെല്ലാം ഉപരി അവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന, ഞങ്ങൾക്ക് ശരിയാ നിയമം വേണം, ഞങ്ങൾക്ക് മറ്റു പല ആനുകൂല്യങ്ങളും ഇസ്ലാം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, അത് ഞങ്ങൾക്ക് അനുവദിക്കണം എന്ന് പറഞ്ഞ് നടു റോഡിലേക്ക് ഇറങ്ങി പ്രക്ഷോഭം നടത്തുകയും പൊതുജന മധ്യത്തിൽ നടു റോഡിൽ പ്രാർത്ഥന നടത്തുകയും നിസ്കരിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ദൃശ്യങ്ങളൊക്കെ നമുക്ക് ലഭ്യമാണ് പല രീതിയിൽ. അപ്പൊ ഇതിങ്ങനെ നിരവധി വർഷങ്ങളായിട്ട് ഇതിങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഇന്നോ ഇന്നലെയോ മെനങ്ങാന്നോ കഴിഞ്ഞ മാസമോ ഒന്നും തുടങ്ങിയ പ്രശ്നമല്ല. ഇതിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. അതിനെ ഉപയോഗിച്ച്, അല്ലെങ്കിൽ അത് കത്തിച്ച് വോട്ട് നേടി അധികാരത്തിലെത്തിയ, മാറി മാറി അധികാരത്തിലെത്തിയ രാഷ്ട്രീയ പാർട്ടികളുണ്ട് ബ്രിട്ടനിൽ. ഈ സമാനമാണ് യൂറോപ്പിലെ പല രാജ്യങ്ങളുടെയും അവസ്ഥ. കാനഡയിൽ, അമേരിക്കയിലടക്കം ഇത് വലിയ വിഷയമാണ് സത്യത്തിൽ. പക്ഷെ ഇതൊക്കെ പൊതിഞ്ഞു കെട്ടി അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഈ പറഞ്ഞതുപോലെ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും അഫ്ഗാനികളും ഒക്കെ ആണെങ്കിലും ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മ ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ട്. അതാണ് വിഷയം. അവർ ഇതിന് പിന്തുണ കൊടുക്കാതെ ഇത് തെറ്റാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പ്രശ്നം ഇത്രയും വഷളാകില്ലായിരുന്നു. ഒരു പക്ഷേ പാകിസ്ഥാനിയും ബംഗ്ലാദേശിയും അഫ്ഗാനിയും ഒന്നും ഇത്രയും ധൈര്യം ഈ വിഷയത്തിൽ കാണിക്കില്ല. ഇതവിടെ നമുക്കറിയാം, കുറച്ച് നാളുകൾക്ക് മുമ്പ് ബ്രിട്ടീഷ് പാർലമെന്റിൽ തന്നെ ഒരു ചർച്ച നടന്നു. അവിടെ വലിയ രീതിയിൽ പെൺകുട്ടികൾ ആക്രമിക്കപ്പെട്ടു. അത് ഈ കുടിയേറിയ പാകിസ്ഥാനി ബംഗ്ലാദേശി ഗുണ്ടകൾ ഈ പല പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ, 14, 15, 13 വയസ്സുള്ള പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി സംഘം ചേർന്ന് മാനഭംഗപ്പെടുത്തി എന്നിട്ട് വീട്ടിലേക്ക് പറഞ്ഞു വിട്ട ചില കുട്ടികളൊക്കെ മരിച്ചുപോയി. അതൊക്കെ അന്ന് വലിയ വിവാദമായതാണ്. ഞാൻ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. അതൊക്കെ ഇങ്ങനെ നീറി പുകഞ്ഞ് ഇപ്പോൾ ഇങ്ങനൊരു അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്.
ഈ കുടിയേറിയവരെ മുഴുവനും ബ്രിട്ടനിൽ നിന്ന് പുറത്താക്കണം എന്ന ആവശ്യവുമായിട്ടാണ് തീവ്ര വലതുപക്ഷം രംഗത്തെത്തിയിരിക്കുന്നത്. അവരാ ബ്രിട്ടീഷ് പാരമ്പര്യം, ബ്രിട്ടീഷ് തനിമ, ആ ബ്രിട്ടീഷ് വ്യക്തിത്വം ഇതെല്ലാം മുറുകെ പിടിച്ചുകൊണ്ട് അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം, ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് കർശനമായി വാദിക്കുകയാണ്. മറുവശത്ത് കുടിയേറ്റക്കാരായ പാകിസ്ഥാനി, അഫ്ഗാനി, ബംഗ്ലാദേശി മുസ്ലിങ്ങൾക്ക് അവരുടെ മതമാചരിക്കാൻ, അവരുടെ അനുഷ്ഠാനങ്ങൾ പിന്തുടരാൻ ഒക്കെ അവരുടെ മതപരമായ എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ വിശ്വാസ സംരക്ഷണവും നൽകി അവരെ പുനരധിവസിപ്പിക്കണം, അവരെ നിലനിർത്തണം എന്ന് വാദിക്കുന്ന കുടിയേറ്റക്കാരും അവർക്ക് ഒത്താശ ചെയ്യുന്ന ഈ ലിബറൽ പാർട്ടികൾ, ഡെമോക്രാറ്റിക് പാർട്ടികളും ഒക്കെ ഉണ്ട്. ഒക്കെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളാണെങ്കിലും ഈ രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം അവരുടേതായ ചില സ്വാധീനങ്ങളുണ്ട്. ഇതാണ് ഇപ്പോൾ ബ്രിട്ടനിലെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ഈ കരുതുന്നത് പോലെ ഒരു എന്താ പറയുക, നിസ്സാരമായിട്ട് 2 പ്രതിഷേധ റാലി നടന്നു എന്നല്ല. ഈ പ്രതിഷേധ റാലി, കുടിയേറ്റക്കാരെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന റാലി അക്രമാസക്തമാവുകയും പോലീസുമായിട്ട് ഏറ്റുമുട്ടുകയും ചെയ്തു. 4 പേർ അത്യാസന്ന നിലയിലാണ്. ഈ 4 പേരുടെ നില വളരെ 26 പോലീസുകാർക്ക് പരിക്കേറ്റു. അതിൽ 4 പേരുടെ നില വളരെ ഗുരുതരമാണെന്നാണ് പറയുന്നത്. അപ്പോൾ തന്നെ ആ പ്രക്ഷോഭത്തിന്റെ, ആ റാലിയുടെ സ്വഭാവം നമുക്ക് മനസ്സിലായി. ഇനി ഇതിന് ബദലായിട്ട് ഇവര് നടത്തിയ റാലി യുണൈറ്റ് ദി കിങ്ഡം എന്ന് പറഞ്ഞാണ്. ഇവര് പറയുന്നത് ഇപ്പൊ UK, യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്നത് ഭാവിയിൽ യുണൈറ്റഡ് ഇസ്ലാമിക് കിങ്ഡം ആകും, അതിനനുവദിക്കരുത്, യുണൈറ്റ് ദി കിങ്ഡം എന്ന് പറഞ്ഞാണ് ഇവർ റാലി നടത്തിയത്. ഇനി ഇപ്പുറത്തോ ഈ റാലിക്ക് ബദലായിട്ട് ഈ സ്റ്റാൻഡ് അപ്പ് ടു റേസിസം എന്ന ഒരു സംഘടന ആണ് രംഗത്ത് വന്ന് അവർ പറയുന്നത് ഇത് വംശീയ വിദ്വേഷ പ്രചാരണമാണ്. നോക്കൂ, റാലി സത്യത്തിൽ ഈ പാകിസ്ഥാനി, ബംഗ്ലാദേശി, അഫ്ഗാനി എന്നുള്ള ഇസ്ലാമിക കുടിയേറ്റക്കാരാണ്, അവർക്കെതിരെയാണ് റാലി നടത്തിയത്. പക്ഷെ അതിനെ ഒരു വംശീയ അധിക്ഷേപത്തിലേക്ക് കൊണ്ട് കെട്ടിയിരിക്കുകയാണ്. ഈ തീവ്ര വലതുപക്ഷത്തിന്റെ വിഭാഗീയത പ്രചാരണമാണ്, അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഈ തീവ്ര വലതുപക്ഷ സംഘങ്ങൾക്കെതിരെ റാലി നടത്തി ലിബറലുകളും ഡെമോക്രാറ്റുകളും ഒക്കെ ചേർന്ന്. ആ റാലിയും അക്രമാസക്തമായി. അവിടെയും അവർ ഈ 2 ഗ്രൂപ്പുകളും തമ്മിൽ ഏറ്റുമുട്ടി, അതും സംഭവിച്ചു. ഈ ആദ്യം പറഞ്ഞ യുണൈറ്റ് ദി കിങ്ഡം റാലിയെയാണ് ഓൺലൈനായിട്ട് ഇലോൺ മസ്ക് അഭിസംബോധന ചെയ്തത്. ഇലോൺ മസ്ക് വലിയ രീതിയിൽ അവിടെ ഇതിന്റെ അപകടത്തെക്കുറിച്ച് പ്രസംഗിച്ചു എന്നാണ് പറയുന്നത്. അത് അത്യന്തം പ്രകോപനപരമായ പ്രസംഗമാണ്, അതിനെതിരെ കേസെടുക്കണം എന്നാണ് എതിർ വിഭാഗത്തിന്റെ ആവശ്യം. ഈ ശരിക്കും ഇപ്പോ പ്രധാനമന്ത്രി സ്റ്റാർമർ, ശരിക്കും അദ്ദേഹം ഈ കിയർ സ്റ്റാർമർ ചെകുത്താനും കടലിനും ഇടയ്ക്ക് പെട്ട അവസ്ഥയിലാണ്. കാരണം ഈ തീവ്ര വലതുപക്ഷത്തെ നയപരമായിട്ട് കൈകാര്യം ചെയ്തില്ലെങ്കിൽ, അവരോട് അനുഭാവപൂർണമായ ഒരു സമീപനം സ്വീകരിച്ചില്ലെങ്കിൽ വലിയ അപകടം ചെയ്യും എന്ന് അദ്ദേഹത്തിന് അറിയാം. ഈ ലിബറലുകളും ഡെമോക്രാറ്റുകളും വിചാരിച്ചാൽ ചെയ്യുന്നതിനേക്കാൾ വലിയ അപകടം തീവ്ര വലതുപക്ഷത്തിന് ചെയ്യാൻ സാധിക്കും. കാരണം ബ്രിട്ടനിൽ ഇന്ന് ഇസ്ലാം വിരുദ്ധ പ്രക്ഷോഭം വളരെ ശക്തമാണ്. അത് ഈ കുടിയേറ്റത്തിന്റെ രൂപത്തിലാണ് ഇസ്ലാം അവിടേക്ക് അധിനിവേശം നടത്തിയത് എന്ന് തീവ്ര വലതുപക്ഷം ആരോപിക്കുന്നു. അവർക്ക് അതുകൊണ്ട് തന്നെ ഈ കുടിയേറ്റം എങ്ങനെയെങ്കിലും ഒഴിപ്പിച്ച് അതിലൂടെ ഇസ്ലാമിനെയും ഇവിടെ നിന്ന് അകറ്റി നിർത്തുക എന്നുള്ള നയമാണ് തീവ്ര വലതുപക്ഷ വിഭാഗത്തിനുള്ളത്. അതിന് വിരുദ്ധമായിട്ട് ഒരു തെരുവിൽ ഈ കുടിയേറ്റക്കാരോടൊപ്പം അവരുടെ വോട്ട് നമുക്ക് കിട്ടും എന്ന ആ വോട്ട് കൂടെ കിട്ടി നമ്മുടെ വോട്ടും കൂടെ ചേർത്താൽ ഭരണം പിടിക്കാം എന്ന് കരുതുന്ന ലിബറലുകളും ഡെമോക്രാറ്റുകളും ഒക്കെ ഈ പറയുന്നത് പോലെ ഇതിനെ എതിർത്തുകൊണ്ട്, ഈ റാലിയെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു. അത് സംഘർഷത്തിലേക്ക് പോയിരിക്കുകയാണ്. ബ്രിട്ടൻ സത്യത്തിൽ നീറിപ്പുകയുകയാണ്. അത് ബ്രിട്ടൻ മാത്രമല്ല, യൂറോപ്പിലെമ്പാടും ഈ വിഷയമുണ്ട്. ഫ്രാൻസിലുണ്ട്, ജർമ്മനിയിലുണ്ട്, അതുപോലെ സ്വിറ്റ്സർലൻഡിലുണ്ട്, പല സ്ഥലത്തുമുണ്ട്. അങ്ങോട്ടേക്ക് കൂടി ഇത്തിരി പ്രശ്നങ്ങൾ വ്യാപിക്കുകയാണ്. അത് വ്യാപിക്കുന്നത് വളരെ പെട്ടെന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. സമാനമായ പ്രക്ഷോഭങ്ങൾ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും ഉയർന്നു തുടങ്ങിയിരിക്കുന്നു.
അമേരിക്കയിലും അത് ശക്തമാണ്. അമേരിക്കയിലും ഈ പറഞ്ഞതുപോലെ അത് ഒരു ഇസ്ലാം വിരുദ്ധ കുടിയേറ്റം അല്ലെങ്കിൽ കുടിയേറ്റക്കാരായ ഇസ്ലാമികൾക്കെതിരെ, മുസ്ലിങ്ങൾക്കെതിരെ എന്നുള്ള രീതിയിലേക്കാണ് അത് പോയിരിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ, ഇപ്പോൾ 4 പോലീസുകാരുടെ നില ഗുരുതരമാണെന്നേ വന്നിട്ടുള്ളൂ. ആരെങ്കിലും കൊല്ലപ്പെട്ടോ തുടങ്ങിയ വിവരങ്ങൾ വന്നിട്ടില്ല. അത് കഴിഞ്ഞ 2 ദിവസമായിട്ട് ബ്രിട്ടനിൽ വലിയ അശാന്തിയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നാൽ മാത്രമേ ഈ അക്രമാസക്തമായി പരസ്പരം ഏറ്റുമുട്ടിയ ഈ 2 റാലികളുടെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഒരു കാര്യം സത്യമാണ്, യൂറോപ്പും വിശിഷ്യ ബ്രിട്ടനും പാകിസ്ഥാനികൾക്കും ബംഗ്ലാദേശികൾക്കും അഫ്ഗാനികൾക്കും എതിരാണ്. അവരെ എത്രയും വേഗം ഇവിടെ നിന്ന് നാട് കടത്തണം എന്ന നിലപാടിലേക്ക് ബ്രിട്ടൻ പോയിക്കൊണ്ടിരിക്കുകയാണ്.